ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു സ്റ്റഡി ടൈം ടേബിൾ ആയിരിക്കും +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +1 ഇമ്പ്രൂവ് ചെയ്യുന്നത് +2 എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഇയർ, ഒരു ഹോൾ അക്കാഡമിക് ഇയറിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുമാത്രമല്ല, അതൊന്നും ഇഫക്റ്റീവ് ആകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അക്കാഡമിക് ഇയറിൻ്റെ കൂടെ തന്നെ മറ്റൊരു അക്കാഡമിക് ഇയറിനായിട്ടുള്ള ഹോൾ സിലബസ് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിൽ വരുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരിക എന്ന് പറയുന്നതും എനിക്കൊരു പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പഠിക്കുന്ന രീതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എത്ര സബ്ജക്റ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്കറിയാം 3 സബ്ജക്റ്റാണ് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ PCB ആണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പോൾ ഞാനത് തീരുമാനിച്ചു വെച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്കിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുമോ, ഈ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സമയമുണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി സമയമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ വലിയ പ്രസക്തിയില്ല. കാരണം സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അല്ലെങ്കിൽ സമയത്തിന് തേടി നമ്മൾ പോകുക തന്നെ വേണം. അല്ലാതെ നമുക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് വരുമോ, ഹെക്റ്റിക്കായിട്ട് വരുമോ, നിങ്ങളുടെ മെൻ്റലി അത് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. ആൻഡ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് മാത്രം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടണം. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് നിങ്ങൾ കഴിഞ്ഞ വട്ടം എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, എക്സാമ്പിളായിട്ട് ഞാൻ കെമിസ്ട്രി എടുത്തു. കെമിസ്ട്രിയിൽ നമുക്ക് ടോട്ടൽ ചാപ്റ്റേഴ്സ് 9 എണ്ണമാണ് വരുന്നത്. ആദ്യം കെമിസ്ട്രി എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സിൻ്റെ മുഴുവൻ പേരും എഴുതി വെക്കുക. ഓക്കെ, 9 ചാപ്റ്റേഴ്സിൻ്റെ പേരും എഴുതിയതിന് ശേഷം നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. തൊട്ടടിയിൽ ഈസി ആൻഡ് ഹാർഡ് ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ 2 ഹെഡിങ് ക്ലാസിഫിക്കേഷൻ പോലെ കൊടുക്കുക. ആൻഡ് അതിൽ അടിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഈസി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കൊടുക്കുക. ആൻഡ് അതേപോലെ തന്നെ ഹാർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതും ലെങ്തി ആയിട്ടുള്ളതും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 9 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിനെ വീണ്ടും 3 ആയിട്ട് തരംതിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, ഗ്രീൻ ആൻഡ് മറ്റേതെങ്കിലും ഒരു കളർ ഹൈലൈറ്റർ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഗ്രീൻ കളർ ഫോർ ദ വെരി ഈസിയസ്റ്റ് ചാപ്റ്റർ ആൻഡ് അതേപോലെ തന്നെ റെഡ് കളർ ഈസ് ഫോർ ദ ഹാർഡസ്റ്റ് ചാപ്റ്റർ ആൻഡ് ഓറഞ്ച് കളർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളർ എടുക്കുക. അതെന്ന് പറയുന്നത് നിങ്ങൾ മോഡറേറ്റ് ചാപ്റ്റർ ആയിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഗ്രീൻ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഓറഞ്ച് കളറോ അല്ലെങ്കിൽ മറ്റേതൊക്കെ കളർ എടുത്തിട്ട് മോഡറേറ്റ് ചാപ്റ്റർ മാർക്ക് ചെയ്യുക. ആൻഡ് വെരി ഹാർഡായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡ് കളർ മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ധാരണ ഉണ്ടായിരിക്കണം ഈ കളേഴ്സ് ഏത് ചാപ്റ്റേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കറിയാം, പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആൻഡ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു കൺസിഡറേഷൻ നമ്മൾ ഓൾറെഡി മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്രത്തോളം സമയമെടുത്ത് പഠിക്കണം, നല്ല ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ 3 സബ്ജക്റ്റിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, ബയോളജി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, പ്ലാനിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബയോളജീനെ നമ്മൾ സുവോളജി ബോട്ടണി ആയിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതുക. ഓൾറെഡി നമുക്ക് 19 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബയോളജി എന്ന് പറയുന്ന ഒരു ഒറ്റ ടേമിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ സുവോളജി ബോട്ടണി ആയിട്ട് 2 പേജിൽ തന്നെ നിങ്ങളതിനെ ചാപ്റ്റേഴ്സ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. പ്രയോറിറ്റി ടു സിമ്പിൾ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ആദ്യം നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതേപോലെ തന്നെ
സെക്കൻഡ് തിങ്, അണ്ടർസ്റ്റാൻഡ് ദ വെയിറ്റേജ്. ഓരോ ചാപ്റ്റേഴ്സിൽ എത്ര വെയിറ്റേജ് വരുന്നുണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് തേർഡ് പോയിൻറ്റ്, വൺ ഷോട്ട് ലൈവ്സിനെ കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ വളരെയധികം കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കും, ഒറ്റ ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ശ്രമിക്കേണ്ടത് വൺ ഷോട്ട് ലൈവ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2 കൂടി പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് +2 നമ്മൾ വെള്ളത്തിലാക്കരുത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ആൻഡ് ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത്, യൂസ് ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ ഒരു 3 മാസം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ജാനുവരി തൊട്ട് ലാബിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഉള്ളത് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണത്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, യൂസ് PYQs നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വർഷം മുന്നേ വരെയുള്ള PYQ മാത്രം നോക്കി പോകും. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ്. നിങ്ങൾ +2-ലാണെങ്കിൽ പോലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 2008 മുതലുള്ള ഒരു PYQ നോക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ടഫാകുന്ന സമയത്ത് ഈ 2008, 2010, 2012 ആ ഒരു ആ ഒരു ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഈ എക്സാമിനൊക്കെ ഇപ്പോൾ ചോദിക്കുക. ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയ്ക്ക് നോക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ +2-ൽ കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സിൻ്റെ ചോദ്യങ്ങളൊക്കെ 2008 മുതലുള്ള ചോദ്യങ്ങൾ കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് 2 കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പ്ലാൻ ഫോളോ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ പഠിക്കുക. ആദ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിക്കുക. ആൻഡ് രണ്ടാമത് നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക. പിന്നെയും സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക, ഹാർഡായിട്ടുള്ള ചാപ്റ്റർ പഠിക്കുക. ഇതിനോട് കൂടി തന്നെ നിങ്ങൾ റിവിഷനും PYQ നോക്കലും ഒക്കെ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ബോറടിയൊക്കെ ചെറുതായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സും നെമോണിക്സും നിങ്ങളുടെ കോഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ ആ ഒരു പഠിക്കുന്ന ടോപ്പിക്സൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് അതേപോലെ തന്നെ കുറേ കാലം പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കും ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരിക്കും. അണ്ടിൽ ദെൻ ബൈ.